സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകാണ് മെയിനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ മല്ലു ഫാമിലിയുടെ സുജിന്റെയും പൊന്നൂസിന്റെയും ഡിവോഴ്സ് സ്റ്റോറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാനും നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. ഇപ്പോൾ മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ചാനലിനകത്ത് പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് എന്തെല്ലാം നോക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ യൂട്യൂബിലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് നമ്മളെല്ലാം കണ്ടാണ്. മെയിനായിട്ട് ഇവർ ഇവരുടെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കുറച്ച് യൂട്യൂബിൽ കുറച്ച് പോസ്റ്റ്, കമ്മ്യൂണിറ്റിക്കകത്ത് കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറച്ച് സ്റ്റോറി അതുപോലെ തന്നെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരുള്ള പ്രൈവസി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ. പിന്നെ അതിനകത്ത് വേറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഡിവോഴ്സിന്റെ കാര്യം വെച്ചുകൊണ്ട് ഇനി ഇവർ വീഡിയോ അത് കണ്ടന്റ് ആയിട്ട് ഇവർ ചെയ്യത്തില്ലെന്നും, അതായത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യം ഇടത്തില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നോക്കിയ സമയത്ത് മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇങ്ങനെ വീഡിയോ അടങ്ങും, ഇതിനെക്കുറിച്ചുള്ള എക്സ്പോസ് ചെയ്ത വീഡിയോ ആണെന്ന് പുള്ളിക്കാരൻ വന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തെങ്കിലും കണ്ടു നോക്കാം. ഉണ്ടാക്കിയിട്ടും വിവാദം ഉണ്ടാക്കിയിട്ടും മുന്നിക്ക് പോകാൻ താല്പര്യമില്ല. ഇതിന് മുന്നേ നമ്മളൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അടിയിൽ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ച കമൻസുകൾക്ക് ഞാൻ അന്ന് റിപ്ലൈ ആയിട്ടാണ് അന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ ഓരോരുത്തരാണ് അന്ന് അതൊരു പ്രാങ്ക് ആണെന്നും ഞാൻ പൊന്നൂസിനെ വീട്ടിൽ ഒളിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തതാണെന്നും ഒരാൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എൻ്റെ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നൂസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഒരു സീന് കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവൾ എൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ഓരോരുത്തരാണ് അത് നെഗറ്റീവ് ആക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്നും നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഇവരുടെ ചാനൽ മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കണ്ടന്റ് അല്ലാതെ വേറെ ഒന്നും കാണത്തില്ല. മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ചാനലിനകത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഫാൻസായിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായാലും ഇവർ കണ്ടന്റ് നമ്മൾ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളായിരിക്കും കൂടുതലായിട്ട് അടുത്ത് കാണപ്പെടുന്നുള്ളത്. അങ്ങനെയാണ് ഇവർ കണ്ടന്റ് ആയിട്ട് ഉണ്ടാക്കി യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ മെയിനായിട്ട് 90% മണ്ടയ്ക്ക് എന്തായാലും നെഗറ്റീവ് കണ്ടന്റ്സ് തന്നെയാണ് ആൾക്കാരിൽ അങ്ങനല്ല, നെഗറ്റീവ് കണ്ടന്റ്സ് ആണ് കൂടുതൽ ഈ ഒരു ചാനലിനകത്ത് ഇവർ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലുള്ള കണ്ടന്റ് യൂട്യൂബിലോട്ട് ഇടുമ്പോൾ കാണുന്ന ആൾക്കാർ പിന്നെ നെഗറ്റീവ് അല്ല പിന്നെ പോസിറ്റീവ് എവിടെയും അടിച്ചുകൊണ്ടിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കണ്ടന്റ്സ് മാത്രമാണ്. അതേപോലെ തന്നെ എൻ്റെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഒരേട്ടൻ അവളേനെ എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് വേറെ കുറച്ച് യൂട്യൂബേഴ്സ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കറക്റ്റ് മറുപടി ആ ഏട്ടനത് നുണ പറഞ്ഞതാണ് എന്നുള്ള വീഡിയോസ് പോലും കൂടി ഞാൻ എൻ്റെ ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ചാനലിൽ ഞാനന്ന് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാണാൻ ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന് നെഗറ്റീവിൻ്റെ പിന്നാലെയായിരുന്നു. അതിനെക്കുറിച്ച് വലിയതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഈ പോസിറ്റീവിനെ നെഗറ്റീവിനെ കുറച്ച് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നെഗറ്റീവ് നമുക്കൊരു ഇൻഫാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചാൾ അതെന്തായാലും നമുക്ക് നിലനിൽക്കും. അത് നമുക്ക് മാറി കിട്ടും. പക്ഷേ അത് കുറച്ചാളൂടെ കഴിഞ്ഞിട്ട് കുറച്ച് സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാലേ നമുക്ക് എന്തായാലും അതിൽ നിന്ന് എന്തായാലും പുറത്തോട്ട് വരാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുവരെ നെഗറ്റീവ് കണ്ടന്റ് ഇട്ടോണ്ടിരുന്ന ഇവരെക്കുറിച്ച് ഞാൻ വേറെ എന്തോ പറയാൻ. ഇപ്പം കൂടുതൽ നെഗറ്റീവാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ. കാരണം വെച്ചാൽ അങ്ങനെ പ്രാങ്ക് ചെയ്ത സമയത്ത് എന്തായാലും നെഗറ്റീവ് കണ്ടന്റായി ഇടുന്നത്. പിന്നെ അങ്ങനെ സത്യാവസ്ഥ ലാസ്റ്റ് പുറത്ത് കൊണ്ടുവന്നെന്ന് വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ബാക്കി നമുക്ക് എന്തെങ്കിലും കണ്ടു നോക്കാം. നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് വെച്ചിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ ചെയ്യണില്ല വീഡിയോ. പക്ഷേ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ടും കമൻസ് ഇടുന്ന ആളുകളും ആയിരുന്നു അത് ഞാൻ പ്രാങ്ക് ചെയ്യാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇത് വെച്ചിട്ട് ഞാൻ അന്ന് വീഡിയോസ് ഉണ്ടാക്കാമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെപ്പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട്. അവിടെ കഴിഞ്ഞോട്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഇനി രണ്ടാമത്തെ പക്ഷെ പ്രാങ്ക് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ഏറ്റവും അവസാനം അതൊരു വലിയൊരു നെഗറ്റീവിലോട്ട് പോയിരുന്നാൽ മതി. പക്ഷെ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഇടുന്ന നെഗറ്റീവ് കണ്ടന്റ്സ് മാത്രം ഇവർ മെയിനായിട്ട് എന്താ പറയുക, ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് നെഗറ്റീവ് കണ്ടന്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്ര നെഗറ്റീവ് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഒക്കെ വെച്ചോണ്ട് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷന് റോങ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു തംബ്ലെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണു. അന്നത്തെ ഒരു ഇതിൽ
അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്, പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട് പൊന്നൂസിനെ കുറിച്ച്. അതായത് അന്നേരം അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ പൊന്നൂസിന്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പൊന്നൂസ് നല്ലൊരാളാണ്, നല്ലൊരു കുട്ടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ മെയിനായിട്ട് ഇതിൽ വന്ന പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യം അഫക്ട് ചെയ്തതെന്ന് വെച്ചാൽ അന്നൊരു വീഡിയോ ഇട്ട സമയത്ത് തമ്മിലിനകത്ത് അവിഹിതം എന്ന് പറഞ്ഞ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ടൈറ്റിലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം ഒത്തിരി നാളായിട്ടുണ്ട്. എന്തായാലും തമ്മിലിനകത്തോ ടൈറ്റിലിനകത്തോ ഡിസ്ക്രിപ്ഷനിൽ എവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ആൾക്കാരൊക്കെ കണ്ട അവിഹിതമാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയത്. മെയിനായിട്ട് നെഗറ്റീവ് വന്നതെന്ന് വെച്ചാൽ അവിടെ തന്നെയാണ്. അത് അങ്ങനെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ തമ്മിലിൽ അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. മെയിനായിട്ട് അതിനകത്താണ് അത്ര നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നത്. നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ മറ്റേ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ കാട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ, ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അപ്പൊ പിന്നെ അതൊക്കെ സമ്മതിച്ചുള്ളൂ. കാരണം വെച്ചാൽ മ്യൂച്വലായിട്ട് അവർ തമ്മിൽ സംസാരിച്ചെടുത്ത തീരുമാനമാണ്. അത് അങ്ങനത്തെ ഒരു ഡിസിഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ് എന്നേ ഞാൻ പറയാം. എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവർ രണ്ടും സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയ ഒരു പ്രശ്നമാണ്. മ്യൂച്വലി അവർ സംസാരിച്ച് എന്തായാലും ഡിവോഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പേഴ്സണലായിട്ട് പുള്ളിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഈ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളിലേക്ക് കാര്യം പറയേണ്ട ആവശ്യമില്ല. അതായത് പുള്ളിക്കാരെ മെയിനായിട്ട് ചൂണ്ടിക്കാണിച്ചോണ്ടല്ലേ, ചൂസ് ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ ഇപ്പം എന്തായാലും പറഞ്ഞു. എനിക്ക് എന്തായാലും അങ്ങനെയാണ് തോന്നിയത്. ഇനിയും വേറെ വല്ല ഒപ്പീനിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത്ര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അത് നല്ല കുട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഡിവോഴ്സിന്റെ അറ്റത്ത് വരെ പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ നാട്ടിൽ നടക്കുന്ന അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ നടക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ അവർ മ്യൂച്വലായിട്ട് പറഞ്ഞ് തീർത്ത പ്രശ്നമാണെങ്കിൽ അത് അങ്ങനെ ഡിവോഴ്സ് ആയാലാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനൊക്കത്തില്ല. അത് അവരുടെ കാര്യമായിരിക്കും. നമുക്ക് അതിന് ബാക്കി നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷെ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങൾ തന്നെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെയും ആയിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളമ്പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ പറയാം, അപ്പം അതിൽ അവളെ തന്നെ മോശക്കാരി ആക്കിയിട്ട് മറ്റേ കുറേ വീഡിയോസുകളിലെ ഇതും അതുപോലെ തന്നെ കമൻസുകളൊക്കെ കണ്ടു. അപ്പം ഞാൻ പറയാണ്, അതിപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയണേ, ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറത്താണ് ഒരുപാട് കമൻസുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ ചെയ്ത തെറ്റ് എന്തായാലും ഏറ്റു പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമൂഹത്തിൽ എന്തായാലും അത് ഏറ്റു പറയുന്നത് അതിൻ്റെ അപ്പുറത്തെ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഏറ്റു പറയുന്നത്. പിന്നെ പുള്ളിക്കാരെ കുറിച്ച് എന്തായാലും നല്ല എന്ന് പറയുന്നുള്ളൂ. അത് വലിയ പ്രശ്നക്കാരിയല്ല, അത് മോശക്കാരിയല്ല എന്ന് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ മെയിനായിട്ട് ആ ഒരു നെഗറ്റീവ് ഇൻഫാക്റ്റ് തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു അവിഹിതം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് പുള്ളിക്കാരനെ പറ്റിയൊരു മിസ്റ്റേക്കാന്ന് പറയുന്നുണ്ട്. അത് വെച്ച് ബേസ് ചെയ്തുകൊണ്ട് ആൾക്കാരെല്ലാം പുള്ളിക്കാരി, അതായത് എന്തുവാ ആ ചേച്ചി എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. അല്ലാതെ ഇപ്പോൾ പേഴ്സണലി
പുള്ളിക്കാരി വലിയ കുഴപ്പക്കാരിയോ അല്ലെങ്കിൽ മോശക്കാരിയോ ഒന്നുമല്ല. എന്തായാലും അതിൽ നമുക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. ഇതിന്റെ തൊട്ട് മുമ്പൊക്കെ എന്തായാലും പുള്ളിക്കാരെ കുറിച്ച് നല്ലോണം നെഗറ്റീവ് വന്നുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ശേഷം ഇനിയും നെഗറ്റീവ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞ് കിട്ടുമായിരിക്കും. കാരണം വെച്ചാൽ പുള്ളിക്കാരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നാണ് പൊതുവെ പറയുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയുന്നത് വെച്ചാൽ നേരത്തെ കേട്ടില്ല, അപ്പം ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഇത്ര ഡിവോഴ്സിന്റെ അറ്റത്ത് വരെ പറഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നു അറിയത്തില്ല. എന്തായാലും അത് അവരുടെ കാര്യമാണ്. ന്യൂസിലൂടെ അവർ സംസാരിച്ച് തീർത്തതല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ ഒരു ബന്ധം നമുക്കത് മുന്നിലേക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പിരിയുക എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഓക്കെ, അപ്പം അത് നമ്മളൊരു ഒറ്റ മൈൻഡിൽ എടുത്തൊരു തീരുമാനമല്ല. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒറ്റ മൈൻഡിൽ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു തീരുമാനമല്ല പിരിയുക എന്ന്, അങ്ങനത്തെ ഒരു തീരുമാനമല്ല. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരത് മനസ്സിലാക്കുക. വെറുതെ ഇതും പറഞ്ഞിട്ട് ഇനി കണ്ടന്റ് ആക്കിയിട്ടും വീഡിയോസ് ആക്കിയിട്ടും നെഗറ്റീവ് കമൻസുകൾ എഴുതിയിട്ടിട്ടും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി പോവുക. നമുക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനും അവളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ അറിഞ്ഞു. ഇവിടെ എല്ലാവരും സ്വന്തം കാര്യമൊക്കെ നോക്കിയാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. മിക്ക റിയാക്ഷൻ ചാനൽ റിയാക്ഷൻ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. വേണമെങ്കിൽ ചാനലൊക്കെ എടുത്തൊന്ന് നോക്ക്. എന്റെ പൊന്നു വച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അതിപ്പോ ബാക്കിയുള്ളവർ ജീവിതത്തിൽ വെച്ച്, അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വെട്ടും കുത്തും അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ ഡിസിഷൻ എടുത്തതെന്ന് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് ഇല്ലാതാവുന്നത്. അപ്പം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല മച്ചാനെ. അത് മനസ്സിലാക്കാദ്യമേ. മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ ഈ മെയിനായിട്ടുള്ള കുഴപ്പങ്ങൾ കാര്യങ്ങളല്ല. അതായത് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മൊത്തം നെഗറ്റീവ് വന്ന് നമുക്കൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അവിടെ തീരാവുന്നുള്ളൂ ബാക്കിയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയിക്കോളൂ. അതൊന്ന് മനസ്സിലാക്കുക വെച്ചാനെ. എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കൊന്നും പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ അവർ മ്യൂച്വലായിട്ട് എടുത്ത തീരുമാനമാണ്. ഇതിനെല്ലാം അവര് പിരിയാനും എല്ലായിടത്തെ കാര്യങ്ങളെല്ലാം അവർ തന്നെ എടുത്ത തീരുമാനം. പിന്നെ അവർ സോഷ്യൽ മീഡിയക്കകത്ത് അവരെ കുറച്ച് പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് ഒന്ന് സൂക്ഷിക്കുകയായിരിക്കും നല്ലത്. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ കുറച്ച് ആൾക്കാരൊക്കെ, അതായത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിട്ട് മാത്രം അവർ രണ്ട് പോസ്റ്റ് ഇട്ട് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഇതിനെ കുറിച്ച് ബേസ് ഒരു വീഡിയോ ചെയ്തിരുന്നു. മെയിനായിട്ട് പുള്ളിക്കാരൻ ചെയ്തത് എന്താ വെച്ചാൽ പുള്ളിക്കാരെ കുറിച്ച് നേരെ ഒത്തിരി ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. ഒരു 90% മണ്ടൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ് താഴെ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ചെയ്തിരുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ എന്തായാലും കുറഞ്ഞു എന്തായാലും അതിൻ്റെ ഒരു കാഠിന്യം എന്തായാലും കുറഞ്ഞു എന്തായാലും വരും. ഇപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ എന്തായാലും സത്യാവസ്ഥയൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ആ ഒരു ഇതെന്ന് പറഞ്ഞ് കൊടുത്തതാണ് മെയിനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാരണം. പിന്നെ എൻ്റെ മച്ചാനെ ഒന്നും കൂടെ പറയുവാണ്, ഇപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇപ്പം വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നടക്കണമെന്നൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് വെറും നെഗറ്റീവ് കാര്യമാണ്. അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവരുടെ അടുത്ത തീരുമാനമാണ്. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ശേഷം അടുത്തൊരു ബെല്ല് വരെ കൂടി ഞെക്കി അതിൽ ഓളാക്കി വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.